Overlooking. മീന് വെട്ടം വയ്ക്കുമ്പോൾ ഉൾക്കടല്ലേ അവർ പിടിക്കണേ, പിടിക്കപ്പോൾ മീന് കരയ്ക്ക് വരുന്നില്ല. പാവങ്ങൾ പട്ടണി മീൻ വരാത്തതുണ്ട്, മീനില്ലാത്തതുണ്ട്. ഇതേപോലെ വലിച്ചു കയറ്റിക്കൊണ്ട് അവിടെ ഇട്ടിട്ട് പോണത്. അങ്ങനെ തന്നെ അവസാനിക്കുന്നത്, കടപ്പന അവസാനിക്കുന്ന കഥയിൽ തന്നെ. Kerala's fisheries are in crisis. Its marine ecosystem is damaged. Its fish stocks are in decline. In a state known for its high standard of living, the fishing communities are poverty-stricken. Yet, for the past 3 decades, Kerala has attempted to develop its fisheries based on the same economic model that the rest of the country is now following: free market, modern technology, and export orientation. So what went wrong? Can we learn something from this experience? ആദ്യമായിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു 15 വയസ്സ് പ്രായമായിരിക്കും. സ്കൂളിൽ 5ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ പഠിച്ച് 6ലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കടലിൽ പോകാൻ ചേട്ടൻ എന്നെ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയി കടലിന് മീൻ പിടിച്ച് അതിൻ്റെ രസം തോന്നിയപ്പോൾ പഠിത്തം വേണ്ടെന്ന് മാറ്റിവെച്ചു. അതായിട്ട് പഠിത്തം നിർത്താനുള്ള കാര്യം വീട്ടിൻ്റെ ബുദ്ധിമുട്ടും ആഹാരം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ കടലിൽ പോകാൻ തീരെ താല്പര്യപ്പെട്ടത്. Anthony is a hook and line fisherman. He carries on a tradition of fishing that has been passed down through generations. A tradition that has evolved over centuries of living in close interaction with the sea. കടലുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് കടലമ്മ ഞങ്ങളെ ചതിക്കാറില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് കടലിനോട് തീരെ ഇപ്പോഴും ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കടലിനെ ഞങ്ങൾ അമ്മയെപ്പോലെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് തീരെയും ഒരുപാട് പേര് ഒറ്റയ്ക്കാണ് കൂടുതൽ പണി ചെയ്യുന്നത്. ഇന്നും ഞങ്ങൾക്ക് അരിക്കുള്ള വക തരുന്നത് കടലമ്മയാണ്. കടലമ്മ ഞങ്ങളെ തള്ളിക്കളയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് കടലിൽ ഞങ്ങൾ ഇന്നും പണിക്ക് പോകുന്നത്.
Perhaps it was a scene like this that greeted the experts from Nehru's National Planning Committee who came to these shores just prior to independence. Their review of the traditional fishery sector concluded, the occupation is largely of a primitive character, carried out by the ignorant, unorganized, and ill-equipped fishermen. Their techniques are rudimentary, the tackle elementary, their capital equipment slight and inefficient. These early policymakers overlooked the skills and knowledge that were prevalent among traditional communities like the fisher folk, and therefore failed to involve them in the development process that followed. കുടുംബത്തെ കുറിച്ച് തന്നെ രാവിലെ ഞാൻ ചന്തയിൽ പോയി കടപ്പുറത്ത് മീനെ വാങ്ങിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഞാൻ തന്നെ ചന്തയിൽ പോയി വീട് പുലർത്തുന്നതും പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നതും എല്ലാം ഞാൻ മാത്രം തന്നെ. കടപ്പുറത്ത് മീനുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സഹകരിച്ച് പോകാൻ പറ്റൂ. Mary's husband is a fisherman who is no longer able to go out to sea. Like most women here, she is the vital link between the beach, where the fishermen land their catch, and the marketplace. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും നോക്കണ്ട. അങ്ങനെ ഞങ്ങൾ ഈ രീതിക്ക് തന്നെ ദിവസം കഴിഞ്ഞുകൊണ്ട് പോണത്. ഈ മത്സ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കര കൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. കാരണം കരയുള്ള കൃഷിയൊക്കെ ഞങ്ങൾക്ക് അത്ര അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് അതിനുള്ളതായ സാഹചര്യവും ഇല്ല, അതിനുള്ള തറയും ഞങ്ങൾക്കൊക്കെ ഇല്ല. ഞങ്ങൾ വെറും ഈ കടപ്പുറം കൊണ്ട് മാത്രമുള്ള ജീവിതമാണ് ഞങ്ങൾക്കുള്ളത്. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് ഇതുപോലെ കടൽ വരുമ്പോൾ ധാരാളം മീൻ കിട്ടുമായിരുന്നു. ഈ കത്താള, ഈ കൊഞ്ച്, പരവ, ഈ മീനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല. സാധാരണ ഒരു 8-10 വർഷം കൊണ്ട്. ഈ കൊഞ്ചാണെങ്കിൽ വർഷാവർഷം തോറും ഞങ്ങൾക്ക് ധാരാളം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ അന്ന് പണ്ട് കാലത്ത് ഞങ്ങളുടെ അപ്പന്മാർ അതിനൊക്കെ കളയുമായിരുന്നു. ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി കളയുമായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന് ഭയങ്കര സ്വർണം പോലുള്ള വിലയാണ് കിട്ടുന്നത്. പക്ഷെ സാധനം കിട്ടുന്നില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണം ആയതും ഒന്നാമത് ഈ ട്രോളിംഗ് ബോട്ട് കടലിൻ്റെ അടിത്തട്ട് മൊത്തം അടിച്ചു വാരി കൊണ്ടുപോവുകയാണ്. പിന്നെ അതിൻ്റെ പുറത്തുകൂടെയാണ് ഇപ്പോഴും വന്ന് വിദേശത്തു നിന്നൊരു വൻകിട കപ്പലുകൾ, അതും സർക്കാർ ലൈസൻസ് കൊടുത്ത് അതിപ്പം ഇന്ത്യൻ കടലിൽ വന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാരണങ്ങൾ വെച്ചാണ് ഞങ്ങൾക്ക് ഇത്ര ഒരു 10-15 ഇനം മീനുകൾ ഞങ്ങൾക്ക് സാധാരണ ഇപ്പോഴും കിട്ടാറില്ല. ഇപ്പോഴാണെങ്കിൽ കൂട്ടാൻ പോലും മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Mary and the other vendors set out for neighboring marketplaces to sell the day's catch. Bye.
കൊതുമ്പ് വെള്ളം തുഴന്നു വരും കൊച്ചുപുഴ കൊല്ലാത്തി എന്റെ ഓമന അമ്മച്ചിയെ കൊണ്ടുപോകും. ഒരു ലക്ഷത്തിനുണ്ട് ഭർത്താവ്, 2 ലക്ഷത്തിനുണ്ട്. അതുപോലെയാണ് മീൻ നല്ല പൈസ കൊടുക്കണം. ഇത് വായിൽ വെച്ച് തിന്നാ. കടൽ കൊണ്ട് ഇനിയും ജീവിക്കണ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. പണ്ടാണെങ്കിൽ എല്ലാ തരം മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ തരത്തിലുള്ള ഒരു മീനും ഞങ്ങൾക്ക് ഇപ്പം കിട്ടണില്ല. അതിന് കാരണം തന്നെയല്ലേ ഈ കപ്പൽ വന്ന മീൻ ആ വക മീനെല്ലാം പിടിച്ചുകൊണ്ട് പോകണം. ഞങ്ങൾ നിസ്സാരം ഈ ചന്തയിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ കിട്ടണതായ മീൻ സർവ്വത്ര മീനും ഞങ്ങളുടെ ചന്തയിൽ ഐസ് മീനായിട്ട് വരികയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട മീനല്ലേ അവരെല്ലാം ബോട്ടുകാരന്മാരൊക്കെ കൊണ്ടുവരണത്. പിന്നെ ഞങ്ങൾ ആണുങ്ങളൊക്കെ പോയി ചെന്നോണ്ട് തിരിച്ചില്ലേ വരണത്. ഈ ആണുങ്ങൾക്ക് കിട്ടാനുള്ള ഈ മത്സ്യം കിട്ടാനുള്ളതെല്ലാം അവർ അവിടെ നിന്ന് പിടിച്ചെടുത്താൽ പിന്നെ ഇവർക്ക് എന്ത് കിട്ടും? Each afternoon, Antony's wife Nirmala goes to the beach to meet him on his return from sea. She will collect his catch and put it up for auction. Neendakara, Kerala's largest trawler landing station. Vast quantities of seafood are landed and auctioned here. High-value species like prawns and cuttlefish are mostly destined for foreign markets. Here also are some of the varieties of fish that Mary talked about. No longer available in the near-shore waters where traditional fishermen once caught them, but brought in from great distances by the trawlers. Not far from the harbour is the site of the world's first international development project, the Indo-Norwegian Project for Fisheries Development, which was set up in 1952. Its aim was to help the traditional fishermen. Its main legacy was the introduction of small mechanized boats and the technique of trawling. Ironically, in Norway itself, trawlers had been banned since the 30s.
the small fishermen there had opposed them on the grounds that their operations would overexploit their fish stocks and result in outside business interests taking over the industry. This is precisely what happened in Kerala. ഞാൻ 28 വർഷമായി ഫിഷിംഗ് ബോട്ടിൽ പോകാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഞാൻ വള്ളത്തിൽ കയറുമായിരുന്നു. വള്ളത്തിൽ കയറി അന്ന് ഇഷ്ടംപോലെ മീൻ കിട്ടുമായിരുന്നു. ഇപ്പോഴാണ് ഒരു മീൻ വളരെ കുറവാണ്. എന്തെന്ന് വെച്ചാൽ വാഹനം ഒരുപാട് പെരുകിപ്പോയി. അന്ന് ഏകദേശം ഒരു ദിവസം അന്ന് എനിക്ക് എൻ്റെ കാശ് ഒരു 10-200 രൂപ 300 രൂപ കിട്ടുമായിരുന്നു. ഇന്ന് 2-3 ദിവസം ഈ ഫിഷിംഗ് ബോട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ കഷ്ടിച്ച് പോയാൽ 100 രൂപ, അതല്ലെന്ന് ഒരു 50 രൂപ, മിക്കവാറും ഒന്നും ഇല്ലാതെയാണ് വീട്ടിൽ പോകുന്നത്. The destructive effects of the trawl net, which plows the seabed and indiscriminately catches whatever comes into it, has long been known. As early as 1376, small fishermen in England had petitioned the king. Trawling, they appealed, destroys the flowers of the land below the water, upon which the great fish are accustomed to be fed and nourished, to the great damage of the commons of the realm and the destruction of the fisheries. ഇന്നത്തെ കാശിന് വളരെ മോശമാണ്. എണ്ണക്കാശ് പോലും കിട്ടത്തില്ല, ബാറ്റാ കാശ് കിട്ടത്തില്ല ഇന്നത്തെ കാശിന്. ചുരുക്കി പറയാ റേഷൻ കാശ് പോലും കിട്ടുന്നില്ല. കഴിഞ്ഞ കൊല്ലം എന്നൊക്കെ പറഞ്ഞാലേ 1000 രൂപയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടും മുതലാളിക്ക്. അതൊക്കെ പട്ടിണി കിടന്ന് മരിക്കുക മനുഷ്യൻ. Most of today's meager catch is worthless. Even a decade ago, these were fertile fishing grounds. ഞാനൊരു ബോട്ടുടമയായ സമയത്ത് കിട്ടിയിരുന്ന മത്സ്യത്തിൻ്റെ അളവ്, ക്വാണ്ടിറ്റി ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അന്ന് ഇതൊരു വിർജിൻ ലാൻഡ് ഏരിയ ആയിരുന്നു. അപ്പോൾ അന്ന് ഇത് ചൂഷണം ചെയ്യപ്പെടാതിരുന്ന മേഖലയായിരുന്നുകൊണ്ട് ആദ്യം വന്നവർക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടി. പക്ഷേ കാലം കഴിയും തോറും ചില സ്പീഷീസിന് തന്നെ ആ ക്വാണ്ടിറ്റി കുറയാൻ കാരണം അന്ന് കിട്ടിക്കിട്ടുന്ന ചില സ്പീഷീസിന് കുറഞ്ഞു വന്നു. പിന്നീട് വർഷങ്ങൾ കഴിയും തോറും സ്വാഭാവികമായിട്ട് ചൂഷണം ചെയ്യുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റിക്ക് കുറവുണ്ടാകുന്നൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അങ്ങനെ വന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. അതിന് കാരണം മറ്റു പലതുമാണ്. 1991 ഈ വിദേശ കപ്പലുകൾക്ക് അനുമതി നൽകിയോടുകൂടി അവർ ഇന്ത്യൻ കടലുകൾ അരിച്ചു പെറുക്കാൻ തുടങ്ങിയോടുകൂടിയാണ് ഈ ഡിപ്ലീഷൻ ഇത്ര ശക്തമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയത്. Although Marshal Frank, like most trawler owners, blames the foreign fishing vessels for his declining catches, the reality is that the seeds of the present crisis were sown nearly 40 years ago. In the late 50s, one of the world's richest prawn grounds was discovered in Kerala's coastal waters. This coincided with a steep rise in the international demand for prawns. These two events, along with the introduction of trawling, made it profitable and feasible for outside investors to enter the fishery. Before long, the coast of Kerala was teeming with their trawlers. This gave rise to an entire industry, with prawns as its mainstay, but with every other type of high-value seafood targeted as well. Kerala's fishery policies became more aggressively export-oriented.
handful of businessmen became immensely wealthy, but the interests of the small fisherman and the local consumer were largely forgotten. By the early 80s, 2 decades of intensive trawling to fuel this industry had led to a crisis of overfishing. The new technology proved too efficient. It greatly increased the quantity of catches in the short run, but laid waste to the fragile marine ecosystem on which all fish depend for survival. Not only were the traditional fishing communities marginalized by these development policies, their livelihood was actually endangered. SMTF ഞാൻ ചേർന്നത് 1990-ലാണ്. അതിനുശേഷം അതിൽ തുടർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുപോലുള്ള ചില സമരങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടാൻ വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമര പോരാട്ടങ്ങൾ നടത്താനും പിന്നെ ഇതായിപ്പോഴേ വീണ്ടും ഒരു സമരപ്രഖ്യാപനം വിദേശ കപ്പലിന് വേണ്ടി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ്. പക്ഷേ ഇപ്പോഴും ഈ കൊടുത്ത ലൈസൻസുകളിനെ റദ്ദാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇതാ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലൈസൻസുകളിനെ റദ്ദാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിദേശ കപ്പലുകൾ ഇന്ത്യൻ കടലിൽ ഞങ്ങളുടെ കടലമ്മേനെ ഉപദ്രവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദിവസവും അന്നുള്ള അരിക്കുള്ള വക കടലമ്മ ധാരാളം തരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. In an effort to protect their livelihood, the traditional fisherfolk of Kerala came together in the early 80s to form an independent union, the KSMTF. This movement gave political voice to a community that had so far been consigned, literally, to the margins of society. It taught them the power of collective action. Now, the fishermen of Adimalathura have come together in an effort to rejuvenate their sea, a project to create artificial reefs by dropping ferroconcrete modules onto the seabed. നമ്മൾ കടലിൽ പോകും. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ 5 മണിക്ക് കുരിശടിക്ക് സമീപം എത്തിയാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ മോഡ്യൂൾ പരമാവധി മോഡ്യൂൾ നമ്മൾ കടലിന് അരികെ കൊണ്ട് വയ്ക്കുന്നു. നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് കടലിന് അരികെ കൊണ്ട് വയ്ക്കുന്നു. എന്നിട്ട് അന്ന് തന്നെ കട്ടമരം കെട്ടി റെഡിയാക്കുന്നു. കട്ടമരം എല്ലാം അന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നു. അന്യം പറയുന്നത് പിന്നെ ഈ തട്ടുമടിയുള്ളവർ കഴിയുന്നതും ഒരു കൂട്ടം മരമെങ്കിലും ഇതിനു വേണ്ടി സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ കൂട്ടുമരം എങ്കിൽ നമുക്ക് ഈ 2 മരം ചങ്ങാണം കെട്ടേണ്ട ആവശ്യം വരില്ല. എന്നിട്ട് അപ്പുറം പോയാലും അല്ലോട്ട മരം കിട്ടും, ഇതിന്റെ ഇപ്പുറത്ത് പോയാലും അല്ലോട്ട മരം കിട്ടും. ഈ അരയെല്ലാം ഒന്നുമില്ല. ചെറിയോട്ടായിരുന്നാലും മതി, ഇവിടെ വലിയോട്ടില്ലല്ലോ, ചെറിയോട്ട് കെട്ടിയാലും മതി. പിന്നെ അപ്പുറത്ത് നമ്മൾ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു 10 മോഡ്യൂൾ ഇട്ട ഭാഗമുണ്ട്, ഉറപ്പാര്. അപ്പൊ ഇതിൽ എവിടെ ഇടണം എന്നുള്ളത് നിങ്ങൾ പൊതുവായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു വാക്കിൽ ഇങ്ങനെ ഉറച്ചിൽ നിൽക്കരുത്. നമുക്ക് പൊതുവായിട്ടൊരു അഭിപ്രായം വരിക, ഏതാണ് നമ്മുടെ അടിമത്തത്ര മത്സ്യത്തൊഴിലാളികൾക്ക് സൗകര്യപ്രദമായത് എന്നുള്ള മനസ്സിലായിക്കൊണ്ടുള്ള അഭിപ്രായം പറയുക. ഇടവേകയുടെ അകത്തുള്ളിയാകും നമുക്ക് വാത്തൂരിപ്പില്ലേ, സഹകരിച്ച് എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഒപ്പിച്ചിടണം. ഏത് രീതിയിൽ ഒപ്പിച്ചിട വെക്കുവോ അങ്ങനെ ഒപ്പിച്ചിടണം. ശരിക്കും ഇത് മത്സ്യത്തൊഴിലാളികളുടെ അറിവാണ്. ഈ ഒന്ന് ട്രോളിങ്ങിൻ്റെ പ്രവർത്തനം 1960 ശേഷം വളരെയധികം ട്രോളിംഗ് ഇവിടെ നമ്മുടെ തീരത്ത് പ്രവർത്തിച്ചു. അപ്പോൾ പ്രവർത്തിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന പാരകൾ നാമാവശേഷമായത് പരമ്പരാഗത തൊഴിലാളികൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പരമ്പരാഗത തൊഴിലാളികൾ തന്നെ സ്വയം പ്രാദേശികമായി കിട്ടുന്ന കരിങ്കല്ല്, കൈത ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പാര് നിർമ്മിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ആരംഭത്തിൽ നിർമ്മിച്ചപ്പോൾ അവിടെ മത്സ്യം വന്നു കൂടുന്ന ശരിക്കും ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ശരിക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്.
Traditionally, fishermen made artificial reefs by submerging whatever material they found close at hand. Coconut stumps, branches of trees, even used automobile tires. Their efforts were noticed and aided by voluntary organizations and concerned scientists, and later by the government. This collaboration between the fishermen's traditional knowledge and modern technology resulted in the development of the more efficient ferroconcrete modules. On the day that the artificial reef modules are to be submerged, the village gathers by the sea. They have invited their parish priest to bless their endeavor. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് രാവിലെ നമ്മുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മീന് ഒരു വീട് പോലത്തെ നമുക്ക് പാർക്കാൻ ഒരു വീട് ആവശ്യമാണ്. അതുപോലെ കടലിൽ മീനും വന്ന് കളിക്കാനും താമസിക്കുവാനുമായിട്ടുള്ള ഒരു സൗകര്യം പോലെയാണ് ഈ പാര് കടലിൽ നിക്ഷേപിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതേസമയം ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായിട്ടും ലഭ്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദകർമ്മം നമുക്ക് നിർമ്മിക്കാം, നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അല്ലെങ്കിൽ മരത്തിൽ കയറി One by one, the artificial reef modules disappear into the deep, each invested with hope and optimism for a better future. For fishing communities like Adimalathura, the consequences of Kerala's fishery development policies over the past 3 decades have been disastrous. Yet, the fisherfolk still retain their faith in the sea and display a spirit of resilience that belies the hardships they face. Perhaps if all those years ago, this deep and symbiotic relationship between the fisherfolk and their mother sea had been understood, and their knowledge and experience incorporated into the development strategies that followed, this present crisis would not have arisen. Perhaps it's still not too late for us to learn this lesson.
ഈ കടലിനെ വിട്ട് വേറെ തൊഴിൽ ചെയ്യാൻ അത്ര താല്പര്യമില്ല. എന്ന് വെച്ചാൽ കടലെ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ എന്നും കടലുമായിട്ട് തന്നെ ജീവിക്കും എന്നുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കടലമ്മ ഞങ്ങളെ പട്ടിണിയിലാക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്ക് ഇന്ന് വരെയുണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടാൻ മീൻ കിട്ടുന്നില്ലായിരിക്കും. പക്ഷേ അടുത്തൊരു 2 ദിവസം കഴിഞ്ഞായിരിക്കും ഞങ്ങൾക്ക് മീൻ ധാരാളം കിട്ടുന്നത്. ആ ഒരു സ്നേഹത്തിലാണ് ഞങ്ങൾ കടലിൽ ഇന്നും കടലമ്മേനെ സമീപിച്ച് ഇന്നും ഇവിടെ വന്ന് കാത്തു കിടക്കുന്നത്.